കൊള്ളാം കുഴപ്പമില്ല. 2 hours കണ്ടിരിക്കാം. പിന്നെ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യും, പക്ഷെ അത് നേരെ തിരിച്ചായിരിക്കും. പിന്നെ ക്യാമിയോ എക്സ്പീരിയൻസ് ഇതുണ്ട്, ചിരിക്കാനുള്ളതുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റിയ സിനിമ. എൻറ്റയർലി കോമഡി ഓറിയന്റഡ് ആയിട്ടാണോ മൂവി? ഫുൾ കോമഡി അല്ല, പക്ഷെ ചിരിക്കാനുള്ളതുണ്ട്. അതാണ് രസം. ലാസ്റ്റ് നിമിഷം വരെ ചിരിക്കാനുള്ളതുണ്ട്. നമ്മൾ വിചാരിക്കാൻ എക്സ്പെക്ട് ചെയ്യണ പോലെ ആവില്ല, അതാണ് കേസ്. പിന്നെ 2 hours താഴെ ഉള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. ഒരു 2 hours ശരിക്കും എൻജോയ് ചെയ്ത് ഇറങ്ങി. അല്ല, ഇതില് ആവശ്യത്തിലേക്ക് നല്ല ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ജോണർ ഷിഫ്റ്റ് വരുന്നുണ്ടല്ലോ. ആദ്യം കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്നു, പിന്നെയാണ് പെട്ടെന്ന് ആ ജോണർ തന്നെ മാറുന്നത്. അതൊക്കെ നല്ലൊരു സർപ്രൈസാണ് പ്രേക്ഷകർക്ക്. അത് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നിഖില ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് യൂസ് ചെയ്തത്. ആ ഒരു എത്രത്തോളം നമുക്ക് തിയേറ്ററിൽ ഫീൽ വരുന്നുണ്ട്? എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഷീ ഡൺ സച്ച് എ ഫാന്റാസ്റ്റിക് ജോബ് ആക്ച്വലി. അത് ഇതുപോലത്തെ നല്ല റോൾസ് ഇനിയും വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും എന്റർടൈൻമെന്റ് ആയിരുന്നു, ബോറടിച്ചില്ല. കോമഡി എങ്ങനെയാണ് പടം? കോമഡി ക്ലൈമാക്സിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്. നിഖില എങ്ങനെയുണ്ട്? നിഖില കിംഷ ഓൾറെഡി പ്രൂവ്ഡ് ആണ്. നിഖില തന്നെയാണ് ലീഡ് ചെയ്യണ പടത്തില്. മേഡം പടം കണ്ട് നല്ല പടമാണ്. പടം നന്നായിട്ട് തീർന്നിട്ടുണ്ട്. നല്ലൊരു പടം. നിഖില നന്നായിട്ടുണ്ട്, അജു വർഗീസ് നന്നായിട്ടുണ്ട്, പിന്നെ പിഷാരടി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പടം. ഒരു കോമഡി പടം. നല്ലൊരു നൈസ് മൂവി എന്ന് വെച്ചാൽ കണ്ടോണ്ടിരിക്കാൻ പറ്റിയൊരു കോമഡി മൂവി.